അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കണ്ടോ. തിരിച്ചടക്കാൻ പറ്റില്ല. ക്യാമറ വാങ്ങി വെക്കും പിന്നെ തരില്ല. ഇതാണ് ലഡു. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മരുതമല കാണാമെന്ന് വെച്ച് ഇറങ്ങിയതാണ്. അത് മുരുകൻ്റെ ടെമ്പിൾ. ഓക്കെ, എൻ്റെ ബാക്കിൽ കാണുന്നതാണ് വെസ്റ്റേൺ ഗട്ട്സ്. ഓക്കെ, അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മളുടെ മരുതമല ലൊക്കേറ്റ് ആവുന്നത്. ഇത് അവിടത്തേക്കുള്ള ബസ്സാണ് ഇതൊക്കെ പോകുന്നത്. ഓക്കെ, നമ്മൾ റൂമിൽ നിന്ന് ഏകദേശം 5:45 ഇറങ്ങിയതാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ അടിവാരത്തെത്തി, മുരുകൻ്റെ മരുതമലേൻ്റെ അടിവാരത്തെത്തി. അങ്ങോട്ട് പോയി നോക്കി, പക്ഷേ അവിടെ റോഡ് ഒന്നും ഓപ്പൺ ആക്കിയില്ല. നമുക്ക് അടിവാരത്തുനിന്ന് ഏകദേശം 2 വഴിയെ കൂടി കയറാം. ഒന്ന് സ്റ്റെപ്പുണ്ട്, ഒരു 900 സംതിങ് സ്റ്റെപ്പ് വഴിയും കയറാം. അതേപോലെ തന്നെ വണ്ടിയുണ്ട്. ഡയറക്റ്റ് നമുക്ക് ഒരു ചെറിയൊരു ഹിൽസ് റൂട്ടിലേക്ക് കൂടി പോയിട്ട് നമുക്ക് നേരെ മരുതമല റീച്ച് ആകാൻ പറ്റും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഒന്നിക്ക് സ്റ്റെപ്പായിരിക്കും, അല്ലെങ്കിൽ റോഡായിരിക്കും. നമുക്ക് പോയിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ എത്തി. ഇതാണ് ബസ് സ്റ്റാൻഡ്. ഓക്കെ, നമ്മളെ മരുതമല ബസ് സ്റ്റാൻഡാണിത്. അപ്പോൾ അടിവാരം അങ്ങോട്ടാണ്. അവിടെ പോയി നോക്കി, സംഭവം ബ്ലോക്കാണ്. ഗേറ്റ് ഓപ്പൺ ആക്കിയില്ല. ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ട് ഇങ്ങനെ കയറി പോകാൻ പറ്റും, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഉണ്ട് നമുക്ക് കയറി പോകാനായിട്ട്. എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയി നോക്കട്ടെ, ഓപ്പൺ ആയോന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നമ്മളിതാ ഉള്ളിലേക്ക് പോവാണ്. ഫുള്ള് പേടിയാണ്. സൈഡൊക്കെ കുറേ ഷോപ്പ്, ഫുഡ്, അതുപോലെ തന്നെ ഫാൻസി പൂവൊക്കെ ഷോളാണ്. നമ്മൾ നേരത്തെ വന്നപ്പോൾ ഈ റോഡ് ഓപ്പൺ ആയിട്ടില്ല. ഇപ്പോൾ ഓപ്പൺ ഒന്നും ആയിട്ടില്ല. കുറേ ആൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. ഈ ഒരു റോഡ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂട്ടിലേക്ക് കൂടി കയറിയിട്ട് ഇത് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് ആ സ്റ്റെപ്പ് കയറിയിട്ട് പോകേണ്ടി വരും. ഗേറ്റ് തുറന്നു, എല്ലാവരും കയറേണ്ട തിരക്കാണ്. ഇതാണ് അടിവാരം വരുന്നത്. നമുക്ക് അതിലേക്ക് കൂടി കയറാനും പറ്റും, നമുക്ക് ഇതിലേക്ക് കൂടി വണ്ടി പോകാനും പറ്റും. ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് വരുന്നത് ഇവിടുന്ന് മുകളിലേക്ക്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഗാന്ധിപുരത്തുനിന്നോ അല്ലെങ്കിൽ കോയമ്പത്തൂർ ടൗൺ ഹാളിൽ നിന്നോ ബസ്സിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് ഇതിൽ സ്റ്റെപ്പ് വഴിയും കയറാം, അല്ലെങ്കിൽ നേരെ ബസ്സും സർവീസ് ഉണ്ട്. ഇത് 6:00 തുറക്കും ഈ ഒരു വഴി. അപ്പോൾ എല്ലാവരും വന്ന് വെയിറ്റ് ചെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് കണ്ടോ. ഇതാണ് ബസ് സ്റ്റോപ്പ് വരുന്നത്. നമുക്ക് ഇവിടുന്ന് ബസ് സർവീസ് മുകളിലേക്കുണ്ട്. നമ്മളിപ്പോൾ 10 രൂപ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു. അടിപൊളി റൂട്ടാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നടന്നു പോവാം, ആണെങ്കിൽ നടക്കില്ല, ഇവന് പറ്റില്ല. ഇവന് പറ്റില്ല. ഈ ടെമ്പിളിന് ഏകദേശം 1200 കൊല്ലം പഴക്കമുണ്ട്. ഇതിലേക്കൂടെയാണ് നടന്ന് കയറേണ്ടത്. അടിവാരത്തുനിന്ന് ഇങ്ങനെ നടന്ന് കയറേണ്ട വഴിയാണിത്. ഗൈസ്, നമ്മളിപ്പോൾ അടിവാരത്തുനിന്ന് വണ്ടി എടുത്തിട്ട് മുകളിലേക്ക് വന്ന് ഇവിടെയാണ് നമ്മളുടെ ആ ഒരു മരുതമല മുരുകൻ്റെ ടെമ്പിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കോയമ്പത്തൂർ സിറ്റി മൊത്തം ഈ ഒരു വ്യൂ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ കയറി വന്ന വഴിയാണിത്. ഏകദേശം ഒരു 5-6 ഒരു എയർപിന്നും കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്ക് മുകളിലെത്തി വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ടിക്കറ്റും കാര്യങ്ങളൊന്നും കൊടുത്തില്ല. കയറി വരുമ്പോൾ 10 രൂപ കൊടുത്താണ്. ഗൈസ്, ഇതാണ് ടെമ്പിൾ വരുന്നത്. അവിടത്തേക്ക് നമ്മൾ പോയിട്ടില്ല. അതുകൊണ്ടോ ബസ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വ്യൂ ഇതാണ് വ്യൂ ഉണ്ടോ. ഫുള്ള് മൊത്തം സിറ്റി തന്നെ കാണാൻ പറ്റും. ഇവിടുന്ന് അതിലേക്ക് കൂടി കയറി വരണം. ഇത് இந்த வழியா போகணுமா இல்லை இந்த வழியா போகணுமா? இப்படியே போயிடலாம். காசு டிக்கெட்டுக்கு இதுக்கு மேலே ஓகே. செப்பல் கழட்டி வைக்கணும். செப்பல் கீழே கழட்டி வச்சு ഓക്കെ. നമ്മൾ ഉള്ളിൽ കയറാണ്. ക്യാമറ എലോഡാണോ ഒന്നും അറിയില്ല. ഇതാണ് അടിവാരത്തുനിന്ന് കയറി വരുന്ന വഴി. ഇതാണ്. ഓക്കെ, ഇവിടുന്ന് കയറി വന്ന് നേരെ അമ്പലത്തിലേക്കാണ് കയറേണ്ടത്. നമ്മൾ കയറി പോവാണ്. ഇവിടെ പഴക്കട, അതേപോലെ തന്നെ ചരട്, അങ്ങനത്തെ കുറേ സ്റ്റോളൊക്കെ ഉണ്ട്. അതേപോലത്തെ സ്റ്റെപ്പാണ് നമ്മൾ 900 സ്റ്റെപ്പ് കയറേണ്ടത്. പ്രസാദം ഇതുണ്ട്, ലഡു ഉണ്ടോ, പറ്റുമെങ്കിൽ വരുമ്പം വാങ്ങണം. അങ്ങനെ മുകളിലെത്തി. ഇതേപോലത്തെ സ്റ്റെപ്പാണ് നമ്മൾ 900 സ്റ്റെപ്പ് കയറേണ്ടതാണ്. നമ്മൾ കയറിയില്ല, നമ്മൾ നേരെ വണ്ടിയിൽ വന്ന്. ഇപ്പോൾ എത്ര സ്റ്റെപ്പ് കയറിയിട്ട് നമ്മൾ മൊത്തം ഒരു 30-40 സ്റ്റെപ്പ് കയറുമ്പോൾ തന്നെ എൻ്റെ 4 മണിയായി. ആ 900 സ്റ്റെപ്പും കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം പണിയായി പോകും. സിദ്ധറിൻ്റെ കോവിലാണ്. നമ്മൾ ദർശനത്തിൻ്റെ ക്യൂവിലാണ്. ഫുള്ള് ക്യൂ ആണ്.
2-3 വലിയൊരു ക്യൂ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദർശനം കിട്ടും. പോയിക്കൊണ്ടേ നിൽക്കാം ക്യൂ. തിരിച്ചടക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നത് ബസ്സിനെ എടുക്കാം. ഇங்கே എടുക്കണം. സാമി എടുക്കണം. ഉള്ളെടുത്ത് കൂടാ. ആ ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് വീഡിയോ അലൗഡാണ്. ക്യാമറ റിക്കവർ பண்ணிடுவாங்க. ഉള്ളെടുത്ത ക്യാമറ റിക്കവർ பண்ணிடுவாங்க. ആ ഓക്കെ ഓക്കെ. അപ്പോൾ ഇங்கே എടുത്ത് ഓക്കെ. ഉള്ള വരുമ്പോൾ എടുക്കக்கூடாது. അപ്പോൾ നമ്മൾ ഉള്ളിൽ പോയിട്ട് ക്യാമറ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ക്യാമറ വാങ്ങി വെക്കും, പിന്നെ തരില്ല. ഇപ്പം ജസ്റ്റ് ചോദിക്കാൻ തോന്നി ചോദിച്ചു. അല്ല, നമ്മൾ ഉള്ളിൽ പോയിട്ട് എടുക്കേണ്ട പ്ലാനായിരുന്നു. ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തി. നല്ല രീതിയിൽ മഞ്ഞുണ്ട് കണ്ടോ. നേരത്തെ ഇവിടെയൊക്കെ ഫുള്ള് മഞ്ഞായിരുന്നു. ഇപ്പം എല്ലാം പോയി, വെയിൽ വന്നേരം. അത് പ്രസാദം കിട്ടും. അത് വാങ്ങിയിട്ട് ഇവിടെ ലഡു ആണെന്ന് തോന്നുന്നു. ലഡു, പഞ്ചാമൃതം, അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട്. അത് വാങ്ങിയിട്ട് നേരം പോവും. അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിൽ ഇവിടെ ഫുള്ള് ഫോഗായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നല്ലൊരു ടോപ്പിലാണുള്ളത്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റ് ആണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് അത്യാവശ്യം നല്ല നേരത്തെയൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഫോഗ് ഉണ്ടായിരുന്നു. ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു മുകളിൽ വരെ കവർ ചെയ്യുന്ന രീതിയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ പൊടിഞ്ഞ് തുടങ്ങി. അപ്പം തന്നെ ഇങ്ങോട്ടോ ഫുള്ള് ഫോഗൊക്കെ ഇറങ്ങി വന്നുകൊണ്ട് മുകളിലത്തെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വരുന്നുണ്ടോ. ഇതിലെ കൂടി നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല സിറ്റി വ്യൂ കാണാം. കേട്ടോ, ഇവിടുന്ന് മൊത്തം സിറ്റി വ്യൂ തന്നെ കാണാൻ പറ്റും. അവിടെയൊക്കെ നല്ല രീതിയിൽ കോട ഇറങ്ങിയുണ്ടോ. ലഡു എவ்வளோ? 50 ഇതെവളോണോ? ഇതൊന്ന് ഇതന്നെ ഇത്. ഇപ്പോൾ നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് ജസ്റ്റ് പ്രസാദം വാങ്ങി ഇറങ്ങി. ലഡുവും പ്ലസ് പഞ്ചാമൃതം വാങ്ങി. മഴ വന്നപ്പോൾ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഫുള്ള് വ്യൂ മാറിയതുണ്ടോ. ഫുള്ള് കോടയാണ് ഇവിടെ, ഫുൾ കോടയാണ്. പിന്നെ സ്റ്റെപ്പ് ചെറിയ സ്ലിപ്പറിയാണ്. മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയ സ്ലിപ്പാകുന്നുണ്ട് നല്ല രീതിയിൽ. കണ്ടോ, സ്റ്റെപ്പ് സ്ലിപ്പറി ഉണ്ട്. അതൊന്ന് നോക്കി ഇറങ്ങണം. ഇതാണ് ലഡു പ്ലസ് പഞ്ചാമൃതം പിന്നെ അൽവയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഇതിന് 50, പഞ്ചാമൃതം 40. ഇത് ഒറ്റക്ക് തിന്ന് തീർക്കണം. ഇവൻ തിന്നൂല. സ്ലിപ്പാകുന്നില്ല. ഷുഗർ കട്ടാ. ഇവൻ ഷുഗർ കട്ടായതുകൊണ്ട് ഈ ലഡു കഴിക്കുന്നില്ല. ഈ ലഡു മൊത്തം ഞാൻ തന്നെ കഴിക്കണം. മഴ പെയ്യുന്നുണ്ട്. മഴ കഴിഞ്ഞിട്ട് വേണം നമുക്ക് വണ്ടി എടുത്ത് ഇറങ്ങാൻ. ഫുള്ള് കോട ഇറങ്ങി. നല്ല രീതിയിൽ മഴ പെയ്തു തുടങ്ങി. നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇതുണ്ട് ഇവിടുത്തെ വ്യൂ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മഞ്ഞ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് കയറുമ്പം കാണിച്ച സ്ഥലമില്ല, ആ ഒരു സിറ്റി വ്യൂ. ആ സിറ്റി വ്യൂവിൻ്റെ ജസ്റ്റ് ഇപ്പോൾ ആ ഒരു വ്യൂ കാണിച്ചു തരാം. ഫുള്ള് മഞ്ഞാണ്. ഫുള്ള് മഞ്ഞ് ഇതുണ്ടോ. നേരത്തെ ഇതൊക്കെ കാണാമായിരുന്നു, സിറ്റി മൊത്തം കാണാമായിരുന്നു. ഇപ്പോൾ ഒന്നും കാണുന്നില്ല. ഫുള്ള് ഫോഗ് കൊണ്ട് മൂടിയിട്ടുള്ളത്. സോ ഗൈസ്, ഇതാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ജസ്റ്റ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം. ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്ക് ബൈ.